Good morning to all of you. Today we are going to discuss about two sample sign test or paired sample sign test. The paired sample sign test can be used to test whether two populations are identical. This is the non-parametric alternative to the paired t-test. In such problems, each pair can be replaced by plus or minus sign. If in a pair first value is greater than the second, we put plus sign. If the first value is less than the second value, we put minus sign. If both are equal, concerning pair is discarded. When null hypothesis is accepted, we conclude that two populations are identical, so that their means are equal. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുക രണ്ട് സെയിൽസ്മാൻമാരുടെ ഗ്രൂപ്പുകളാണ് തന്നിരിക്കുക. അവരുടെ ടിക്കറ്റ് വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റയാണ് തന്നിരിക്കുക. ആ രണ്ട് സെയിൽസ്മാൻമാരുടെയും ടിക്കറ്റ് വിൽപ്പന തുല്യമാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. സൈൻ ടെസ്റ്റ് ഉപയോഗിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. ഇവിടെ നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഇവിടെ രണ്ട് ഗ്രൂപ്പാണ് കൊടുത്തിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണ്, ടു സാമ്പിൾ സൈൻ ടെസ്റ്റാണ്, അല്ലെങ്കിൽ സൈൻ ടെസ്റ്റ് ഫോർ പെയർഡ് ഡാറ്റയാണ്. ആ രണ്ട് ഗ്രൂപ്പുകൾ താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പഠനമാണ്. അപ്പോൾ അതുകൊണ്ടാണത് പെയർഡ് ഡാറ്റ എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുക. ഇവിടെ സൈൻ ടെസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. ടു സാമ്പിൾ സൈൻ ടെസ്റ്റാണ്, രണ്ട് ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട്. നമ്മളുടെ അതിൻ്റെ പോപ്പുലേഷൻ പലപ്പോഴും ടു സാമ്പിൾ സൈൻ ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും എന്താണ്, ടു പോപ്പുലേഷൻസ് ഐഡൻറ്റിക്കൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ നൾ ഹൈപ്പോത്തിസിസ് നമുക്ക് ടു പോപ്പുലേഷൻസ് ആർ ഐഡൻറ്റിക്കൽ എന്നുള്ള രീതിയിൽ സ്റ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ടു സെയിൽസ്മാൻ ഇഷ്യൂ ഈക്വൽ നമ്പർ ഓഫ് ടിക്കറ്റ്സ് എന്നുള്ള രീതിയിലും സ്റ്റേറ്റ് ചെയ്യാം. ഇനി ഇവിടുത്തെ രണ്ട് വേരിയബിൾ, ഫസ്റ്റ് സെയിൽസ്മാൻ എക്സ് എന്നെടുക്കുന്നു, സെക്കൻഡ് സെയിൽസ്മാനെ വൈ എന്നെടുക്കുന്നു. ഇനി ഈ രണ്ട് പേയേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ഓർ പ്ലസ് സൈനായിട്ട് കൺവേർട്ട് ചെയ്യണം. അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുക, ഫസ്റ്റ് പെയർ സെക്കൻഡ് പെയറിനേക്കാൾ വാല്യൂ കുറവാണെങ്കിൽ മൈനസ് സൈൻ ആയിരിക്കും. ഫസ്റ്റ് പെയറിൻ്റെ വാല്യൂ സെക്കൻഡ് പെയറിൻ്റെ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ അത് പ്ലസ് സൈൻ ആയിരിക്കും കൊടുക്കേണ്ടത്. ഫസ്റ്റ് പെയറിൻ്റെ വാല്യൂവും സെക്കൻഡ് പെയറിൻ്റെ വാല്യൂവും ഒരേപോലാണെങ്കിൽ അവിടെ സൈൻ ഉണ്ടാവില്ല. ഈ രീതിയിലാണ് മൈനസ് പ്ലസ് സൈൻ നമ്മൾ കൊടുക്കുക. അതാണ് അവിടെ ടേബിളിൽ കാണിച്ചിരിക്കുക. എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഫസ്റ്റ് വാല്യൂ 7 ആണ്, വൈയുടേത് 10 ആണ്. ഇപ്പോൾ ഫസ്റ്റ് പെയറിൻ്റെ വാല്യൂ സെക്കൻഡ് പെയറിൻ്റെ വാല്യൂവിനേക്കാൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്താണ്, മൈനസ് സൈൻ വന്നു. അപ്പോൾ ആ രീതിയിലാണ് തുടർന്ന് പ്ലസ് മൈനസ് പ്ലസ് സൈൻ പോവുക. ദെൻ നെക്സ്റ്റ് ഐറ്റം അതുപോലെ തന്നെയാണ്. എക്സിൻ്റെ പെയർ 10 ആണ്, വൈയുടെ പെയറിൻ്റെ വാല്യൂ 13 ആണ്. അപ്പോൾ എക്സിൻ്റേതാണ് ലോവർ വാല്യൂ എന്നുള്ളത് കൊണ്ട് മൈനസ് സൈൻ വരുന്നു. ദെൻ നെക്സ്റ്റ് വരുമ്പോൾ എക്സിൻ്റെ പേര് 14 ആണ്, വൈയുടെ വാല്യൂ
14 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ സൈൻ വരുന്നില്ല. നെക്സ്റ്റ് വരുമ്പോൾ എക്സിൻ്റെ വാല്യൂ 12 ആണ്, വൈയുടേത് 11 ആണ്. അപ്പോൾ ഫസ്റ്റ് പെയറിൻ്റെ വാല്യൂ ആണ് ഗ്രേറ്റർ എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്ലസ് സൈൻ നൽകുന്നു. അപ്പോൾ ആ രീതിയിൽ ഈ കണ്ടീഷൻ അനുസരിച്ച് പ്ലസ് ഓർ മൈനസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ വൺ സാമ്പിൾ സൈൻ ടെസ്റ്റിൻ്റെ തന്നെ ഇക്വേഷനാണ് ഇവിടെയും വരിക. അപ്പോൾ അതനുസരിച്ച് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുക പി മൈനസ് സ്മോൾ ലെറ്റർ പി മൈനസ് ക്യാപിറ്റൽ ലെറ്റർ പി ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ. ഇവിടെയും നൾ ഹൈപ്പോത്തിസിസ് നമുക്ക് ഈ രീതിയിലും സ്റ്റേറ്റ് ചെയ്യാം. പി ഈസ് ഈക്വൽ ടു ഹാഫ് ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പി ഈസ് നോട്ട് ഈക്വൽ ടു ഹാഫ്. ഇനി സ്മോൾ ലെറ്റർ പി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് പ്ലസ് സൈൻസ് ഔട്ട് ഓഫ് ടോട്ടൽ. അപ്പോൾ ഇവിടെ വരുന്ന പ്ലസ് സൈൻ എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്, മൈനസ് സൈൻ എന്ന് പറയുന്നത് 6 ആണ്. ടോട്ടൽ സൈൻ എന്ന് പറയുന്നത് ടോട്ടൽ 11 ഐറ്റംസ് ഉണ്ട്, എങ്കിലും ഒരെണ്ണത്തിൽ സൈൻ വരുന്നില്ല. അതുകൊണ്ട് ടോട്ടൽ സൈൻ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10ൽ പ്ലസ് സൈൻ ആണ് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് പി ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 0.4. ഇപ്പോൾ സ്മോൾ ലെറ്റർ പി നമുക്ക് കിട്ടി. ക്യാപിറ്റൽ പി എന്ന് പറയുന്നത് ഹാഫ് ആണ്. പി എന്ന് പറയുന്നത് ഇനി സ്ക്വയർ റൂട്ട് ഓഫ് അതിൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് പി ക്യൂ ഡിവൈഡ് ബൈ എൻ. പി 0.5 ആണ്, ദെൻ ക്യൂവും 0.5 ആണ്, ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് ആണ് 10. അതിനുശേഷം അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 0.63 ആണ്. ഇത് 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിലാണ്. അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുക 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഇവിടെ നമ്മൾ ഇൻഫിനിറ്റിയാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ 1% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി ആയിരിക്കുമ്പോൾ അതിൻ്റെ ടേബിൾ വാല്യൂ എന്ന് പറയുന്നത് 2.576 ആണ്. സോ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ടേബിൾ വാല്യൂ. വി അക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തിസിസ്. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു ഹാഫ്, ഓർ 2 salesmen issue equal number of tickets, or 2 populations are identical.